പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നത് തെറ്റാണോ? ഇക്കാലത്ത് വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദർ പങ്കാളികളായി കഴിയുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് എന്തടിത്തറയാണുള്ളത്? ആ പങ്കാളികൾക്കിടയിൽ ചെറിയ പ്രശ്നമുണ്ടായാൽ തീരാവുന്നതേയുള്ളൂ ആ റിലേഷൻഷിപ്പ്. പിന്നീട് പരാതിയും കേസുമായി പോകുന്ന യുവതികൾ. എറണാകുളം സ്വദേശിയായ വിനു എന്ന യുവാവിൻ്റെ ഒരു പ്രണയകഥയിലേക്കാണ്. അയാൾ മുൻപ് ഒരു പെൺകുട്ടിക്കൊപ്പമായിരുന്നു താമസം. പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു. അതിനിടെ മറ്റൊരു യുവതിയെ അയാൾ വിവാഹം കഴിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം വിനുവിനെതിരെ പഴയ കാമുകി പീഡന പരാതി നൽകുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ വിനുവും ഇപ്പോഴത്തെ പങ്കാളിയും ആത്മഹത്യാ ശ്രമം നടത്തിയതോടെയാണ് ഈ കഥകൾ പുറംലോകമറിയുന്നത്. ഉറക്ക ഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച വിനുവും പങ്കാളി ബിൻസിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. തങ്ങൾക്കെതിരായ പീഡന പരാതി വ്യാജമാണെന്ന് ആരോപിച്ചാണ് ദമ്പതിമാർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വ്യാജ പരാതിക്ക് പോലീസും പരാതിക്കാരിയുടെ ബന്ധുവായ ജഡ്ജിയും കൂട്ടുനിൽക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. തങ്ങളെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ 15 പവൻ ആവശ്യപ്പെട്ടെന്നും ഇവർ ആരോപിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പരാതിക്കാരിയുടെ ബന്ധുവായ ജഡ്ജിക്കും ആലുവ പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. പോലീസുകാരുടെ പേര് വിവരങ്ങളും കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ ആംബുലൻസിൽ നിന്ന് ദമ്പതിമാർ ചിത്രീകരിച്ച വീഡിയോയും പുറത്തു വന്നു. ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം അവർക്ക് വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാനാണ് നമ്മളെ ഇപ്പൊ പോലീസുകാർ കൂടെ നിന്ന് ചതിക്കില്ല. ഇതിനെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾ വിശദമായിട്ടൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങള് പ്രധാനമന്ത്രിക്കും ഞങ്ങളുടെ ആത്മഹത്യ കുറിപ്പാണ്. ഞങ്ങളുടെ ജീവിതം കളയണതെല്ലാം ഈ ആതിരയ്ക്ക് വേണ്ടിയും ഈ കേരള പോലീസും ഈ ജഡ്ജിയും കാരണമാണ്. പരാതിക്കാരിയായ യുവതി ബിനുവിന്റെ സുഹൃത്തായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. യുവതി പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ച ശേഷമാണ് ബിനുവിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയതെന്നും ഇവർ പറയുന്നു. ബന്ധം തെളിയിക്കുന്നതായി അവകാശപ്പെടുന്ന നിരവധി ചിത്രങ്ങളും ആംബുലൻസിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ കണ്ടെത്തിയ ബിനുവും ബിൻസിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.